വേണ്ട ഭയങ്കരേ നമുക്ക് മറ്റേ തരികട പരിപാടിയൊന്നും വേണ്ട. ഒരു നേരെ പോകുന്നുള്ള രീതിയിൽ ഒരു 10,000 മണീസ് കൊണ്ട് മാമന്റെ പോക്കറ്റിലേക്ക് വെച്ച് കൊടുക്കുക. എന്ത് പറയുന്നു? എന്നിട്ടാ അപ്പൊ മാമ എന്നെ US കൊണ്ടുപോകും. അത് ശരി. ഈ 10,000 രൂപ ആര് കൊടുക്കും? നീ കൊടുക്കും. എന്നാ പിന്നെ 10,000 രൂപ കൊടുത്തിട്ട് ഞാൻ അങ്ങ് US പോയാ പോരെ? എടി നീ വിചാരിക്കണല്ലേ അവിടെ വലിയ കാണാനൊന്നുമില്ല. കുറെ തോട്ട ബിൽഡിംഗ്. ആ ബിൽഡിംഗ് കാരണം ആകാശം പോലും കാണാൻ പറ്റും. ആകാശം നമുക്ക് ഇവിടെ നിന്ന് കാണാം. തോട്ട ബിൽഡിംഗ് കാണാൻ ഞാൻ അങ്ങ് US പോയിക്കോളാം. എടി തോട്ട ബിൽഡിംഗ് ഒരു പേച്ചിന് പറഞ്ഞേടി എന്ന് പറഞ്ഞാൽ തോട്ട ബിൽഡിംഗ് ഉണ്ടെന്നല്ല എന്റെ അർത്ഥം. എന്നാ പിന്നെ അവിടെ ഒന്നും ഇല്ലെങ്കിൽ പിന്നെ നിങ്ങൾ പള്ളി കയറി അങ്ങോട്ടേക്ക് പോകുന്നത്? നിങ്ങളും പോണ്ട, ഇവിടെ ഇരിക്കുക. നമുക്ക് രണ്ടുപേർക്കും ഞാൻ മുഖത്തോട് നോക്കി ഇരിക്കാം. ഞാൻ പോണതേ ഫുഡ് അടിക്കേ. അമേരിക്കയിൽ പോയി ഫുഡ് അടിക്കണം. മരിക്കണതിന് മുമ്പ് എന്റെ ഒരു വലിയ ആഗ്രഹമാണ്. നീ അതിനെതിരൊന്നും നിൽക്കില്ല പ്ലീസ് അടി. എന്ത് പറഞ്ഞിട്ട് കാര്യമില്ല ശിവേട്ടാ. പണ്ട് ഞാൻ സിനിമ അക്കരെ കണ്ടപ്പോ തൊട്ട് എനിക്കുള്ള ആഗ്രഹമാണ് അമേരിക്ക കാണണമെന്ന്. ഇപ്പൊ ഇങ്ങനെ ഒരു അവസരം വന്നാൽ ഞാൻ വിട്ടു തരില്ല. നിന്റെ 10,000 കുടുംബം എനിക്ക് വേണ്ട. ഞാനേ മാമന്റെ പറയും, മാമ മര്യാദ എന്നെ കൊണ്ടുപോയില്ലെങ്കിൽ നിങ്ങളെ കള്ളക്കേസ് കുടുക്കി ഞാൻ അകത്താക്കുമെന്ന് പറയും. പരിപാടി കാണിക്കരുത്. ഞാൻ കാണിച്ചു പോവും. ഐ ആം ഹെൽപ്ലെസ്. എനിക്ക് പിന്നെ പൊക്കി അകത്തൊന്നും ആക്കൂല, വെറുതെ പറഞ്ഞതേ ഉള്ളൂ. എന്നാലും ഒന്നുമില്ല. തേടിയ മാമൻ കാലി ചുറ്റിന്ന് പറഞ്ഞാൽ അതില്ല. മാമൻ അന്വേഷിച്ച് വരായിരുന്നു. മാമ എന്നെ കുറിച്ച് ഒന്നും വിചാരിക്കില്ല. മാമ എന്നെ മാമ അമേരിക്ക കൊണ്ടുപോയില്ലേ ഞാൻ മാമനെ കള്ളക്കേസ് കുടുക്കി അകത്താക്കും. എന്തൊരു ദ്രോഹമാണ് നീ പറയുന്നത്? എനിക്ക് വേറെ വഴിയില്ല മാമ. ആണാമുട്ടിയ ചേനയും കടിക്കും. അണമുട്ടിയ ചേനയും കടിക്കുമെന്നല്ല, അളമുട്ടിയ ചേരയും കടിക്കും. ചേരയും ചേമ്പോക്ക് അവിടെ തന്നെ നിൽക്കട്ടെ കേട്ടാ. മിക്കവാറും അമേരിക്ക പോക്ക് നടക്കും തോന്നുന്നില്ല. കുറുപ്പുണ്ണിച്ചേട്ടൻ സീരിയസാ. വിസ അടിച്ചു വരുന്നവരെ പുള്ളിക്കാരൻ കാണുന്ന കാര്യം സംശയമാണ്. അയ്യോ, എന്നിട്ട് മാമ അവിടെ കല്ലുവല്ല നിൽക്കണ. മാമല്ല അമ്പലത്തിലെ പള്ളിയിലൊക്കെ വിളിച്ച് പറ മാമ. എന്തോന്ന് പറയാൻ? സീരിയസ് ആണെന്നാ? സീരിയസ് ആണെന്നല്ല, ദീർഘായുസിന് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണമെങ്കിൽ നമുക്ക് സംഭാവന കൊടുക്കാം. അതൊന്നും വേണ്ട. നമുക്ക് ഇവിടെ ഒരു കൂട്ട പ്രാർത്ഥന നടത്താം. ഈ സംഭാവനയൊക്കെ ഇതിലോട്ട് കിട്ടാറേ. സംഭാവനയൊക്കെ ഞാൻ അതിലോട്ടാ. ദൈവമേ കറുപ്പുണ്ണി മാമൻ ഒന്നും വരുത്തല്ലേ. കറുപ്പുണ്ണി മാമനല്ല, കുറുപ്പുണ്ണി മാമൻ. ദൈവമേ കുറുപ്പുണ്ണി മാമൻ ഒന്നും വരുത്തല്ലേ. എല്ലാവരും പ്രാർത്ഥിച്ചു കഴിഞ്ഞാലോ? എനിക്ക് കുറച്ചുകൂടെ മനസ്സുരുവി പ്രാർത്ഥിക്കണോ മാമ? തൽക്കാലം ഇത്രയും ഉരുകിയത് മതി. ഇനി നമുക്കൊരു നേർച്ച നേരം. അത് കൊള്ളാം, നല്ല ബുദ്ധി. ദൈവമേ, ഈ കുറുപ്പുണ്ണിച്ചേട്ടൻ എത്രയും പെട്ടെന്ന് നോർമലായി അവർ നമുക്ക് വിസ എടുത്ത് തന്ന ഈ സുമേഷിനെ മുട്ടയടിച്ച് പഴനിക്ക് വിട്ടോളാമേ. ഇതെന്തോന്ന് വെച്ചാ എല്ലാ നേർച്ച എന്റെ വണ്ടി കിടന്ന് ഞാൻ നേർച്ച കൂടി അല്ലാന്നോ? അത് തന്നെ, അവൻ സാധാ കോഴിയല്ലേ? ഒന്ന് പോടി, ഉറക്കം വളുപ്പിടിക്കാതെ. നല്ലൊരു കാര്യത്തിന് വേണ്ടിയല്ലേടാ. തലമുടി വെക്കുന്ന ഇന്നത്തെ കാലത്ത് പെട്ടെന്ന് പൊട്ടിമുളച്ച് വരത്തില്ലേ? അങ്ങനെയാണെങ്കിൽ എന്നെ അമേരിക്ക കൊണ്ടുപോകാൻ പറ്റൂ? അങ്ങനെ ഉറപ്പൊന്നും പറയാൻ പറ്റൂല. അങ്ങനെ പറഞ്ഞാൽ എങ്ങനെ ശരിയാവുച്ചാ? എന്റെ തലക്ക് നേർച്ച ഇട്ടിട്ട് എന്നെ അമേരിക്ക കൊണ്ടുപോകാൻ പറ്റത്തില്ല. ഇങ്ങനെ ഒരു കാര്യത്തിൽ നീ സ്വാർത്ഥത കാണിക്കാതെ. നീ കൂടുതലൊന്നും പറയണ്ട കേട്ടാ. നീ അമേരിക്കയിൽ ഫോൺ വിളിച്ച് പറഞ്ഞ കാര്യമൊക്കെ ഇവിടെ എല്ലാവരും ഒക്കെ അറിഞ്ഞു. നിന്റെ പാൽക്കുപ്പിയുടെ ചുവന്ന അടപ്പുള്ള പാൽക്കുപ്പി ഓർമ്മയുണ്ടോ എന്ന് പറഞ്ഞ് അങ്ങനെ കുറ്റപ്പെടുത്തിയില്ലേ? അതിന് ചേട്ടനോട് ചേട്ടൻ ഇത്തിരി ആദ്യം കളയത്. ഞാൻ കുറ്റപ്പെടുത്തിയൊന്നുമില്ല. നീ എന്തിനാണ് ഇപ്പൊ അമേരിക്കക്ക് ഫോൺ വിളിക്കാൻ പോയത്? അത് പിന്നെ അമ്മ പറഞ്ഞ് അച്ഛൻ അമേരിക്ക പോകില്ലാന്ന്. അതിന്റെ പേരിൽ ഞങ്ങളെല്ലാം ഊറ്റിട്ട് അച്ഛൻ അവസാനം ഞങ്ങളെ കൈമലത്തി കാണിക്കും. അതുകൊണ്ട് ഞാൻ ഡയറക്റ്റായിട്ട് കുറുപ്പുണ്ണിയെ വലിയച്ഛൻ അങ്ങ് വിളിച്ച് പ്രീതിപ്പെടുത്താൻ വേണ്ടി വിളിച്ചാണ്. അത് പിന്നെ നിങ്ങൾക്ക് ഫ്ലൈറ്റ് കയറിയ ഭയങ്കര പേടിയല്ലേ, അതുകൊണ്ട് ഞാൻ ഊഹിച്ചങ്ങ് പറഞ്ഞെന്നുള്ളൂ. അപ്പൊ സന്തോഷമായല്ല അവളുടെ ഒരു ഊഹിക്കല്. അതൊക്കെ ഞാൻ വച്ചിട്ടുണ്ട് കേട്ടോ. എനിക്ക് അപ്പോഴേ തോന്നി ഈ കലാപരിപാടി അവസാനം ഇങ്ങനെ തീരുള്ളൂ. നിന്നോട് ആരെങ്കിലും ചോദിച്ചാ ഇവിടെ? അല്ല, രണ്ടും കൽപ്പിച്ച ഊഹം വെച്ച് അടിച്ചതാ. എന്നാ ഇനി മേല ഒന്നും പറയണ്ട. അപ്പം നമ്മുടെ നേർച്ച വലിച്ച് വലിയച്ഛ ഓക്കെ ആണെങ്കിൽ അച്ഛൻ പോകാൻ തന്നെയാണ് പ്ലാൻ അമേരിക്കയിലോട്ട്. പിന്നെ അല്ലാതെ ഞാൻ പോവും. അച്ഛൻ ഒന്നും ഒരു കാര്യം പറയട്ടെ. എന്തോ സ്വഭാവം ഒരാളോടെ മരിക്കാൻ കിടക്കണ ഓർമ്മ വേണം. എടാ ഇതാണെന്നല്ല, ഇത് വേറെ കാര്യം. നിങ്ങളെല്ലാരും ഒന്നുകൂടെ നന്നായിട്ടൊക്കെ ആത്മാർത്ഥത്തോടെ പ്രാർത്ഥിക്കണം കേട്ടോ. അപ്പൊ വേണ്ടെന്ന് പറഞ്ഞ നേരത്തെ ചുമ്മാ സുമേഷ് പറഞ്ഞേക്ക് ഓർമ്മയില്ല. ഒട്ടയടിച്ച് പഴനിക്ക് പോളത് കേട്ടാ. പിന്നെ